ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അവിടെ നിന്ന് നൃപൻ ചേരുന്നുണ്ട്. നൃപൻ, ഏറെ വാശിയേറിയ പോരാട്ടം നടന്ന മണ്ഡലം, എല്ലാ പ്രതീക്ഷകളും ഉള്ള മണ്ഡലം, മുന്നണികളൊക്കെയും വലിയ രീതിയിൽ തങ്ങളുടെ പ്രതീക്ഷകൾ പങ്കുവെച്ച മണ്ഡലം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ തിരുവനന്തപുരത്തിലുണ്ട്. അവിടുത്തെ ഇപ്പോൾ വോട്ടെണ്ണൽ ആരംഭിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സ്ട്രോങ് റൂമുകളൊക്കെ രാവിലെ തന്നെ തുറന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി മണിക്കൂറുകൾ മാത്രം, ഏകദേശം 1.5 മണിക്കൂർ മാത്രമാണ് ശേഷിക്കുന്നത്. എങ്ങനെയാണ് അവിടുത്തെ കൂടുതൽ വിവരങ്ങൾ? എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? പ്രിയ, തീർച്ചയായും അത് തന്നെയാണ്. തിരുവനന്തപുരം തലസ്ഥാന മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ്. പിന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി വന്ന ശേഷം പലതരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുമുണ്ട്. അത് സംബന്ധിച്ചിട്ടുള്ള ഉദ്യോഗജനകമായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിംഗ് ആയിരിക്കും തലസ്ഥാന മണ്ഡലത്തെ സംബന്ധിച്ച് എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. പ്രിയ സൂചിപ്പിച്ചതുപോലെ നാലാഞ്ചിറയിലെ മാർ ഇവാനിയോസ് കോളേജിലാണ് കൗണ്ടിംഗ് സ്റ്റേഷനുകൾ. ആറ്റിങ്ങലിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും കൗണ്ടിംഗ് സ്റ്റേഷനിലൂടെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത്. മീഡിയ റൂമിലാണ്. ഇവിടെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ, സംസ്ഥാനത്തെ ആകെ വിവരങ്ങളടക്കം, ഒപ്പം തന്നെ ഓരോരോ പാർലമെൻറ്റ് മണ്ഡലത്തിലെ വിവരങ്ങളടക്കം എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഡിസ്പ്ലേയിൽ ആ നിമിഷം തന്നെ വരും. ഈ പറഞ്ഞ സൈറ്റിലൊപ്പം, ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ ലഭിക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് ഇവിടെ നിന്ന് പ്രേക്ഷകർക്ക് വിശദാംശങ്ങൾ നൽകാനുള്ള അവസരമുണ്ടാകും. 8 മണിക്ക് തന്നെ സ്ട്രോങ് റൂമുകൾ രാവിലെ കൃത്യസമയത്തിന് തുറന്നു. അതിൻ്റെ വിഷ്വലുകൾ നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവച്ചതാണ്. 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. അത് തപാൽ വോട്ടുകളാണ്. തപാൽ വോട്ടുകൾ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ 12,782 തപാൽ വോട്ടുകളുണ്ട്. അതിൽ വീട്ടിലെ വോട്ട് 5,509 പേർ വോട്ട് ചെയ്തിട്ടുണ്ട്. ഭിന്നശേഷിക്കാർ 1,373 പേർ. ഒപ്പം തന്നെ അവശ്യ സേനാ വിഭാഗത്തിലെ 2,024 പേർ. അങ്ങനെ ആകെ വരുന്ന വോട്ടിങ്ങിൻ്റെ കണക്ക് എന്ന് പറയുന്നത് 12,782 ഇവ തരംതിരിച്ച് അരമണിക്കൂറിനുള്ളിൽ എണ്ണി തീർക്കാനുള്ള സാധ്യതയില്ല. ആദ്യ വിവരങ്ങൾ നമുക്ക് ഈ തപാൽ വോട്ടുകൾ എണ്ണുമ്പോൾ തന്നെ ഈ പ്രത്യേകം വെവ്വേറെ അടുക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് അകത്തു നിന്ന് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭിക്കും. അതിൻ്റെ സൂചനകൾ നമുക്ക് ആദ്യഘട്ടത്തിൽ ലഭിക്കും. പക്ഷേ 8:30 തന്നെ മെഷീനുകളിലെ EVM മെഷീനുകളിലെ വോട്ടെണ്ണൽ ആരംഭിക്കും. അതിനൊപ്പം തന്നെ ഈ തപാൽ വോട്ടുകൾ കൂടി കൂട്ടിച്ചേർത്തായിരിക്കും അടുത്ത വിവരങ്ങൾ വരിക. ഏകദേശം 9 മണിക്ക് മുമ്പ്, 8:45, 9 മണിക്ക് മുമ്പ് തന്നെ നമുക്ക് ആദ്യ സൂചനകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ BJPക്ക് സ്വാധീനമുള്ള നഗരമണ്ഡലങ്ങൾ, കഴക്കൂട്ടത്ത് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം, ഒപ്പം തന്നെ വട്ടിയൂർക്കാവ്, നേമം, ഈ മണ്ഡലങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ തന്നെ BJPക്ക് രാജഗോപാൽ മത്സരിച്ചിരുന്ന സമയത്തും കുമ്മനം മത്സരിക്കുന്ന സമയത്തും BJPക്ക് ലീഡ് കിട്ടിയ പ്രദേശങ്ങൾ. അതുകൊണ്ട് ആദ്യഘട്ടത്തിലെ ഫലസൂചനകൾ ചിലപ്പോൾ നേരിയ മുൻതൂക്കം അവർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മറ്റ് പ്രദേശങ്ങളിലേക്ക് പോകുമ്പോഴേക്കും ത്രികോണ മത്സരത്തിൻ്റെ പൂർണ്ണമായ സാധ്യത വഴിതുറക്കും. LDF കണക്ക് കൂട്ടുന്നത് 2019 കണക്കുമായി ഇതിനൊരിക്കലും താരതമ്യം ചെയ്യരുത് എന്നതാണ്. അന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ അന്ന് ത്രികോണ മത്സരത്തിൻ്റെ പൂർണ്ണമായ സാധ്യത LDFന് തുറക്കാനുമായിട്ടില്ല. പന്ന്യൻ രവീന്ദ്രനെ പോലെയുള്ള സ്വീകാര്യനായ സ്ഥാനാർത്ഥി, ഒപ്പം തന്നെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം മാറി. തലസ്ഥാനത്തെ കഴക്കൂട്ടം മുതൽ ആരംഭിക്കുന്ന മണ്ഡലങ്ങളിൽ നേരിയ ലീഡ് LDF പിടിക്കുമെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ തീരപ്രദേശങ്ങളിൽ കഴിഞ്ഞതുപോലത്തെ മുൻതൂക്കം ശശി തരൂരിന് ഉണ്ടാക്കാൻ കഴിയില്ല എന്നും LDF കണക്കുകൂട്ടുന്നു. അങ്ങനെ ചില സ്ഥലങ്ങളിൽ 2ാം സ്ഥാനത്തും മറ്റ് ചില സ്ഥലങ്ങളിൽ 1ാം സ്ഥാനത്തേക്കും LDF വരുമെന്നും ത്രികോണ മത്സരത്തിൻ്റെ സാധ്യത അതേപോലെ തുറക്കുകയും, ഒപ്പം തന്നെ BJP അവരുടെ വോട്ട് കേന്ദ്രങ്ങളിൽ BJP വോട്ട് പിടിക്കുകയും UDF അവരുടെ വോട്ട് നിലനിർത്തുകയും ചെയ്താൽ LDFന് വിജയം സാധ്യത ഉറപ്പാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്. പക്ഷേ UDFനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം പോലെ തിരുവനന്തപുരത്ത് തീരദേശ മണ്ഡലങ്ങളിൽ നിന്ന് ആരംഭിച്ച് കോവളം, പാറശാല, നെയ്യാറ്റിൻകര ഈ മണ്ഡലങ്ങളിലേക്ക് അവർ ശക്തമായ ലീഡിലേക്ക് തിരിച്ചു വരും. BJPയുടെ നഗരപ്രദേശങ്ങളിലെ ലീഡിനെ അതിജീവിക്കാൻ കഴിയുന്ന ലീഡ് ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെയും തീരപ്രദേശങ്ങളിലെ വോട്ട് കൊണ്ട് കവർ ചെയ്യാനാകും എന്നതാണ് UDFൻ്റെ ആത്മവിശ്വാസം. പക്ഷേ അവർ എത്ര വോട്ടിന് വിജയിക്കും എന്ന കാര്യത്തിൽ ഒരു പ്രഖ്യാപനം UDF നടത്തുന്നില്ല. 25,000-ത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനുള്ള സാധ്യതയാണ് രാജീവ് ചന്ദ്രശേഖരൻ BJP സ്ഥാനാർത്ഥി മുന്നോട്ട് വയ്ക്കുന്നത്. 20,000-നും 25,000-ത്തിനും ഇടയിൽ വോട്ടിൽ വിജയിക്കുമെന്ന് LDFൻ്റെ കണക്കൂട്ടലും പറയുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം, തലസ്ഥാന മണ്ഡലം വോട്ടെണ്ണൽ ആരംഭിച്ച് ആദ്യ നിമിഷം തന്നെ ഉദ്യോഗജനകമായ അന്തരീക്ഷം നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം
നഗരകേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്ന വോട്ടിൻ്റെ വ്യതിയാനമായിരിക്കും. അത് വ്യക്തമായ ചിത്രം ലഭിക്കണമെങ്കിൽ തീരദേശ മണ്ഡലങ്ങളായ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് പാറശാല വരുത്തുന്ന വോട്ടിങ്ങിൻ്റെ പാറ്റേൺ അറിയുമ്പോൾ മാത്രമേ ആർക്കാണ് ആ തലസ്ഥാന മണ്ഡലം ആരാണ് വിജയിക്കുക എന്ന കാര്യത്തിൽ വ്യക്തമായ ധാരണ ലഭിക്കുകയുള്ളൂ. ഏകദേശം റൗണ്ടുകൾ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ 14 ടേബിളുകളായി 14 നിയമസഭാ ടേബിളുകൾ 7 നിയമസഭാ മണ്ഡലത്തിലെ ഒരുപോലെ 14 ബൂത്തുകൾ ആദ്യഘട്ടത്തിൽ ഇത് എണ്ണിച്ചേരും. 98 ബൂത്തുകൾ ആദ്യഘട്ടത്തിൽ എണ്ണി വിവരങ്ങൾ ആദ്യ റൗണ്ടിൽ അറിയാൻ കഴിയും. ആദ്യ റൗണ്ടിൽ ലഭിക്കുന്ന സൂചനകളിൽ നിന്ന് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകാൻ സാധ്യതയില്ല. അടുത്ത് 3-4 റൗണ്ട് കഴിയുമ്പോൾ മാത്രമേ വ്യക്തമായ സൂചന ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ. ആകെ സമ്പൂർണ്ണമായിട്ടുള്ള 16 റൗണ്ടുകൾ ഉണ്ടാകുമെന്നതാണ്. കാരണം കോവള മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ ബൂത്തുകൾ ഉള്ളത്. 15 റൗണ്ടുകൾ കൊണ്ട് തന്നെ മറ്റ് നിയമസഭാ മണ്ഡലങ്ങൾ പൂർത്തിയാകും. അവസാനത്തെ ഭാഗികമായി എണ്ണിത്തീർക്കാനുണ്ടാവുക കോവളമായിരിക്കും. പ്രിയ, ശരി, എന്തായാലും തിരുവനന്തപുരത്തിൻ്റെ വിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. നൃപൻ സൂചിപ്പിച്ചതുപോലെ പല ഘടകങ്ങൾ ഉൾച്ചേരുന്ന പല രീതിയിലുള്ള ചർച്ചകൾക്ക് വിധേയമായ ഒരു മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം. അതുകൊണ്ട് തന്നെ അവിടുത്തെ വിധിയും ഏറെ പ്രതീക്ഷയും ഒക്കെ മുന്നണികൾക്ക് നൽകുന്നുണ്ട്.